മുസ്ലിം അതാണ് പറഞ്ഞത്. അതായത് സമസ്തയെ അതിൻ്റെ ഒരു പോഷക ഘടകമായോ ഒരു അടിമകളോ ആയാണ് കാണാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും തന്നെ ഇത്തരം പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ്. മുസ്ലിം ലീഗ് ഇത് ജനിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു പണ്ഡിത സഭയാണ് സമസ്ത. അതുമാത്രമല്ല, ഒരു നിലക്കും തന്നെ മുസ്ലിം ലീഗിനോട് വിധേയത്വം അതിനില്ല. അവസാന കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളുടെ കാലശേഷം മുഹമ്മദ് അലി ഷാബ് തങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്തയെ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷകഘടകമായി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നത്. അതിനെതിരെ വലിയ പ്രതികരണം ഉണ്ടായപ്പോഴാണ് 1989 AP കാന്തപുരം AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പോയത്. എന്നിട്ടും പാഠം പഠിച്ചില്ല എന്ന് മാത്രമല്ല, സമസ്ത ഞങ്ങൾക്ക് വിധേയമായി ഞങ്ങളുടെ വരുതിയിൽ നിൽക്കണമെന്നുള്ള ഒരു ദുശ്ശാഠ്യമാണ് ഇപ്പോഴത്തെ സമയത്തിന് മുന്നിൽ. അതായത് മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരെ എന്തോ അഭിപ്രായം പറഞ്ഞപ്പോൾ പരസ്യമായി മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏത് ലോകം, എന്ത് ജനാധിപത്യം ഇത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇത്? അതൊക്കെ ഇവിടെ മാത്രമേ നടക്കുള്ളൂ. മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും മുസ്ലിം ഐക്യം പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ ഐക്യവേദിക്ക് മുസ്ലിം ലീഗ് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പം കേരളത്തിൽ മാറി മാറി ഭരണം വരികയും അടുത്ത 5 കൊല്ലം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ തുടർഭരണം LDF കൊണ്ടുപോയപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ലീഗിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന എല്ലാ ആളുകളെയും കൂടി ചേർത്തുകൊണ്ട് അവരുടെ ആ ദൗർബല്യം മറികടക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിൽ സുന്നികൾ മാത്രമൊന്നുമല്ല, മറ്റ് പല വിഭാഗങ്ങളുമായിട്ടും അവരെടുക്കുന്നുണ്ട്. ഇതുവരെ അസ്പർശ്യരായി മാറ്റി നിർത്തിയ ചിന്താഗതിക്കാരെ മുഴുവനും തന്നെ അവർ സമീപിക്കുന്നുണ്ട്. അവരെ ഒക്കെ ചങ്ങാതിമാരായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി മുഖ്യധാരയിൽ നടക്കുന്നുണ്ടല്ലോ. സാമുദായികം ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഏണിയിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ചെറിയ പോംവഴിയായിരിക്കും അതല്ലേ? വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? BJP എതിർക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് സമുദായത്തിൻ്റെ ഐക്യമില്ലാത്തത്? അതായത് അടുത്തൊരു വർഷത്തിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ഇനിയും ഒരു 5 വർഷവും കൂടി അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ തലകറങ്ങുമ്പോഴാണ് എല്ലാവരുടെയും കൈവയ്റ്റ് പിടിക്കുന്നത്.